അനീഷും ലക്ഷ്മിയും കൂടെ സംസാരിച്ച് അവിടെ ആ കിച്ചൻ്റെ ആ ഏരിയയിൽ നടക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, പഴയ അനീഷല്ലല്ലോ ഇപ്പം, ഇനിയിപ്പം പഴയ അനീഷായിട്ട് പോകാനായിട്ട് തോന്നത്തില്ലല്ലോ അല്ലേ? പറഞ്ഞു ഒരിക്കലും ഇല്ല. എന്നിട്ട് അനീഷ് ഇനി 9 ദിവസം കൂടെ ഉള്ളെന്നുള്ള ആ മോർണിംഗ് ഞങ്ങളുടെ ഡാൻസിന് പുറത്ത് നിന്നപ്പം ഇനി 9 ദിവസം എന്നുള്ള ഒരിത് അവിടെ വെച്ചിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പം നെഞ്ചിൽ ഭയങ്കര ഒരു വെപ്രാളമോ എന്തൊക്കെ പോലായിരുന്നു. ഇനി 9 ദിവസമുള്ളല്ലോ ഇവിടെ നിന്നുള്ള അത് ഓർക്കാൻ വയ്യ. പെട്ടെന്ന് ഭയങ്കര ഷോക്കായിപ്പോയി. ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല. കാരണം ഇവിടെ വന്നിട്ട് ഞാൻ പൊതുവെ മാറി, എനിക്ക് സ്നേഹം കിട്ടി എല്ലാവരുടെയും. പിന്നെ ഇന്ന് എനിക്ക് ഒരിക്കലും കിട്ടാത്ത, ആരും തരാത്ത ഗിഫ്റ്റുകൾ കിട്ടി. അങ്ങനെ ഒരുപാട് മറക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്നാണ് നടന്നത്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമായത് ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ എല്ലാവരും എന്നെയാണ് പറഞ്ഞത്. എന്നെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. എൻ്റെ ആ ഒരു സ്നേഹത്തിനെക്കുറിച്ചും എല്ലാവരും ഇന്ന് പറയുകയുണ്ടായി. ഇന്നത്തെ ഒരു സ്റ്റാർ തന്നെ ഞാനായിരുന്നു. അതെനിക്ക് എങ്ങനെ പറയണമെന്നറിയത്തില്ല. ആ ഒരു സന്തോഷം ഞാൻ അവിടെ ഇരുന്ന് അനുഭവിച്ചത്, ആ ഒരു സന്തോഷം, അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത. പിന്നെ ഇവിടെ നിന്ന് പോയാലും രാവിലെ തൊട്ടുള്ള ഓരോ കാര്യങ്ങൾ നമുക്കിങ്ങനെ മനസ്സിൽ വരുമല്ലോ. കാരണം നമ്മൾ ആ സോങ് കേട്ട് ഉണരുന്നു, എല്ലാവരും ഗാർഡൻ ഏരിയയിലോട്ട് ഓടുന്നു. പിന്നെ കിച്ചണിലെ ഓരോ വർക്കുകൾ, ഇവിടുത്തെ മഞ്ഞ കസേരകളിൽ ഇരിക്കുന്നത്, അതൊക്കെ ഇവിടെ മിസ് ചെയ്യുന്നത് ഓർക്കാൻ പോലും എനിക്ക് വയ്യ, പറ്റുന്നില്ല എന്നൊക്കെയാണ് ലക്ഷ്മിയോട് പറയുന്നത്. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, എന്തായാലും നമ്മൾ പോകാനായിട്ട് തന്നെയാണ് വന്നത്. അപ്പം ലക്ഷ്മിയോട് ചോദിക്കുന്നത്, ഇവിടെ നിന്ന് പോയപ്പോൾ വിഷമം ഉണ്ടായിരുന്നോ പെട്ടെന്ന്? അപ്പോൾ ലക്ഷ്മി പറഞ്ഞില്ല, ഓരോ ആഴ്ചയും എനിക്ക് പ്രതീക്ഷയായിരുന്നു ഞാൻ പോകുമെന്ന്. നമ്മൾ പോകാനായിട്ടാണല്ലോ വന്നത്, ഇത്ര ദിവസത്തേക്കല്ലേ വന്നത്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിഷമമില്ല. എനിക്കതല്ല, വിഷമം ഉണ്ടാവും. അപ്പം ലക്ഷ്മി പറഞ്ഞു, അങ്ങനെ നമ്മൾ വിചാരിക്കരുത്, നമുക്ക് ആ ഒരു ടൈം വരെയുണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ പോകാനുള്ളവരാണ്. അങ്ങനെ ചിന്തിക്കുമ്പം നമുക്ക് വിഷമം വരത്തില്ല. അപ്പോൾ അനീഷ് പറഞ്ഞു, എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല ഒരു തരത്തിലും. എനിക്കിവിടെ നിന്ന് പോകുന്നത് തന്നെ ഭയങ്കര വെപ്രാളമാണ്, ഉറക്കമില്ല, ഉറങ്ങാനൊന്നും തോന്നുന്നേ ഇല്ല, ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ ലക്ഷ്മിയോട് മനസ്സ് തുറന്ന് പറയുന്നു. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.